നമസ്കാരം. 2023 ഒക്ടോബർ 7 നടന്ന ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഖത്തർ സഹായം നൽകിയെന്ന ആരോപണവുമായി ഇസ്രായേൽ രംഗത്തെത്തുകയാണ്. ആക്രമണത്തിന് മുൻപ് ഹമാസിന്റെ സൈനിക ശക്തിയിലെ വർധനവിന് ഗൾഫ് രാജ്യത്തിന്റെ ഫണ്ടുകൾ കാരണമായെന്നാണ് ഇസ്രായേൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസി ഷിൻ ബെറ്റിന്റെ കണ്ടെത്തൽ. അതുപോലെ തന്നെ എന്നാൽ തെറ്റായ ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായി തന്നെ ഖത്തർ പ്രതികരിച്ചു. ഖത്തർ സഹായത്തെ ഒക്ടോബർ 7 ആക്രമണവുമായി ബന്ധപ്പെടുത്തി ഷിൻ ബെറ്റ് സുരക്ഷാ ഏജൻസി ഉന്നയിച്ച തെറ്റായ ആരോപണങ്ങൾ ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ സ്വാർത്ഥ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള മലക്കം മറിച്ചിലുകളും മറ്റൊരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞു. ഖത്തർ അന്താരാഷ്ട്ര മാധ്യമ ഓഫീസ് പ്രസ്താവനയിലാണ് പറഞ്ഞത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ ചെറുക്കുന്നതിലുണ്ടായ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സൈനിക ഇന്റലിജൻസ് മേധാവി രാജിവെച്ചിരുന്നു. അതിർത്തി കടന്നുള്ള ആക്രമണം തടയുന്നതിനുള്ള സ്വന്തം പരാജയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെറ്റ് പ്രസിദ്ധീകരിച്ച ഒരു ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഖത്തറിനെതിരായ ആരോപണം ഉണ്ടായത്. ഖത്തറി ഫണ്ടുകളുടെ ഒഴുക്കും ഹമാസിന്റെ സൈനിക വിഭാഗത്തിലേക്ക് അവ മാറ്റിയതും ആക്രമണം ആരംഭിക്കാൻ ഹമാസിന് കരുത്തും പകർന്നതാണ് ഷിൻ ബെറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഷിൻ ബെറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെയും ഇസ്രായേലി ഭരണകൂടങ്ങളുടെയും ഒക്കെ തന്നെയും അവരുടെ സുരക്ഷാ ഏജൻസികളുടെയും പൂർണ്ണമായ അറിവോടെയും പിന്തുണയോടെയും മേൽനോട്ടത്തോടെയുമാണ് ഖത്തറിൽ നിന്ന് ഗാസയിലേക്ക് അയച്ച എല്ലാ സഹായങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് ഇസ്രായേലിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖത്തർ പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസിന്റെ രാഷ്ട്രീയം സൈനിക വിഭാഗത്തിൽ ഇതുവരെ ഒരു സഹായവും ഖത്തർ നൽകിയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അമേരിക്കയുടെ താൽപര്യപ്രകാരമാണ് 2012 മുതൽ ഖത്തർ ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിൽ ഖത്തർ ആതിഥേയത്വം വഹിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതിൽ അമേരിക്കയ്ക്കും അതുപോലെ ഈജിപ്തിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച രാജ്യമെന്നും നിലയിൽ ഖത്തറിന്റെ സമഗ്രതയെ ആശയത്തിലേക്ക് തന്നെ എത്തിക്കുകയും നിഴലിൽ നിർത്താനുള്ള ഇസ്രായേലിന്റെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ആരോപണമെന്നും വിലയിരുത്തിയിട്ടുണ്ട്. ഈ നിർണായക ഘട്ടത്തിൽ ഷിൻ ബെറ്റും മറ്റ് സുരക്ഷാ ഇസ്രായേലി ഏജൻസികളുമൊക്കെ വഴിതിരിച്ചുവിടൽ തന്ത്രങ്ങൾ അവലംബിക്കുന്നതിനു പകരം ശേഷിക്കുന്ന ബന്ദികളെ രക്ഷിക്കുന്നതിനും ദീർഘകാല പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം കണ്ടെത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടതെന്നും ഖത്തർ പ്രസ്താവനയിൽ പറഞ്ഞു. ഫലസ്തീൻ വിമോചന പോരാട്ട സംഘടനയായ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യയോട് ഇസ്രായേൽ വീണ്ടും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പാക് അധീന കശ്മീരിൽ കഴിഞ്ഞ മാസം നടന്ന കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ എത്തിയെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇന്ത്യയോട് ഇസ്രായേൽ ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടു. അതേസമയം ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ പിന്നാലെയും ഇക്കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ അത്തരത്തിലൊരു നീക്കം നടത്തിയില്ല. ഹമാസിന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നുവെങ്കിലും ഭീകര സംഘടനയായി ഇന്ത്യയെ കണക്കാക്കിയിട്ടില്ല. ഹമാസിന്റെ ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ സർക്കാരിന് കൈമാറിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്.